ഏത് മന്ത്രവാദി? മന്ത്രവാദിയൊക്കെ തീർന്നിട്ടുണ്ട്, അതല്ല തീർത്തിട്ടുണ്ട്. മിഷിയക്ക് താഴെയാടാ ഏത് ചെകുത്താനും. കുറച്ച് പൗഡർ ഊതിയെന്ന് കരുതി അയാളെ തളക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. മന്ത്രത്തിന് കുറച്ചും കൂടി പവർ വേണമായിരുന്നു. കേപ്പെ വെർദെയോട് അർജന്റീന 1-0 എന്ന സ്കോറിൽ തോൽക്കുമെന്ന് അവരുടെ പ്രസിഡന്റ് പറയുകയാണ്. മെസ്സിയെയും കൂട്ടരും അവർ തോൽപ്പിക്കും. കേപ്പെ വെർദെയെ ഒരിക്കലും താഴ്ത്തിക്കളയാൻ സാധിക്കുകയില്ല. അത് നമ്മൾ ഈ മത്സരത്തിൽ കണ്ടതല്ലേ. 5 ലക്ഷം ജനസംഖ്യയുള്ള ഒരു രാജ്യം ലോക ചാമ്പ്യന്മാരെ തളർത്താൻ നോക്കിയിട്ടുണ്ട്. അർജന്റീനയെ കുറച്ചൊക്കെ വെള്ളം കുടിപ്പിച്ചിട്ടുമുണ്ട്. മെസ്സിയുടെ ഓരോ ഫ്രീ കിക്കുകളും വൊസീന എന്ന അവരുടെ 40-കാരനായ ഗോൾ കീപ്പർ തടുത്തു കളയുകയാണ്. അയാളുടെ കൈകളിൽ അവർ സുരക്ഷിതമായിരുന്നു. വൊസീനയുടെ ആത്മവിശ്വാസമായിരുന്നു ഓരോ താരങ്ങൾക്കും ഓരോ പ്രചോദനം ഉണ്ടായിരുന്നത്. അത് നമ്മൾ കണ്ടതല്ലേ മത്സരത്തിൽ. എന്തു രസമായിരുന്നല്ലേ അവരുടെ രണ്ടാമത്തെ ഗോള്. അത് മികച്ചൊരു ഗോൾ തന്നെയായിരുന്നു. ബോക്സിന് പുറത്തു നിന്ന് ഒരു മികച്ചൊരു കെർവിങ് ഷോട്ടായിരുന്നു. എമിലിയാനോ ഡൈവ് ചെയ്തെങ്കിലും അയാൾക്കത് തട്ടിയിടാൻ സാധിച്ചില്ല. കേപ്പെ വെർദെ അർജന്റീനയെ പൂർണ്ണമായും വെള്ളം കുടിപ്പിച്ചു എന്നത് നമ്മൾക്ക് 100% പറയാവുന്നതാണ്. ഒരു അർജന്റീന ഫാൻ എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, 2022 വേൾഡ് കപ്പിലെ ഫൈനൽ കണ്ടതുപോലെയാണ് ഈ മത്സരം ഞാൻ കണ്ടു തീർത്തത്. അത്രമേൽ ടെൻഷനായിരുന്നു. മത്സരത്തിലെ അർജന്റീനയുടെ പ്രകടനത്തിലോട്ട് വരുമ്പോൾ ആദ്യം അർജന്റീനയ്ക്ക് വേണ്ടി ലിയണൽ മെസ്സി ഒരു ഗോൾ സ്കോർ ചെയ്യുകയാണ്. എന്തുകൊണ്ടോ അതിനുശേഷം അർജന്റീന അറ്റാക്കിംഗ് കുറച്ചുകൊണ്ട് ഡിഫെൻസീവിലോട്ട് വരികയാണ്. അപ്പോഴാണ് അവർ ഗോൾ സ്കോർ ചെയ്തത്. മെസ്സി ഗോൾ സ്കോർ ചെയ്യുന്നത് വരെയുള്ള അർജന്റീനയുടെ പ്രകടനം പിന്നീടും അവർ കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ അർജന്റീന തീർച്ചയായും മികച്ചൊരു സ്കോറിൽ വിജയിക്കുമായിരുന്നു. കേപ്പെ വെർദെയോട് 3-2 വിജയിച്ചത് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. കുറച്ചും കൂടി കളി മികവ് കൂട്ടാനുണ്ട്. സ്കലോണിയുടെ ഓരോ തന്ത്രങ്ങളും മികവ് വരുത്താനുമുണ്ട്. തുടർച്ചയായി 8 വേൾഡ് കപ്പ് മത്സരങ്ങളിൽ ഗോൾ സ്കോർ ചെയ്യുന്ന ഒരേ ഒരു താരം, വേൾഡ് കപ്പിലെ ടോപ്പ് സ്കോറർ, വേൾഡ് കപ്പിലെ ആൾ ടൈം ടോപ്പ് സ്കോറർ. ഇതൊക്കെ സാക്ഷാൽ മെസ്സിയല്ലേ. മെസ്സി അല്ലാതെ പിന്നെ ആര്? ഈ മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ചും നേടിക്കൊണ്ട് ആ മന്ത്രവാദിയെ അയാൾ തീർത്തിട്ടുണ്ട്.